നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് KCF എന്നിവ വിഭാവനം ചെയ്യുന്ന കലാപഠനവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുകയും സ്വന്തമായി ചില നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കാലത്ത് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ആ കാലഘട്ടം എന്ന് ഓർത്താൽ കലോത്സവങ്ങൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ പ്രാക്ടീസ് നടത്തുകയും കലോത്സവത്തിൽ വളരെ സജീവമായി ഭംഗിയായി പങ്കെടുക്കുകയും ചിലപ്പോൾ സമ്മാനം ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കലോത്സവം കഴിയുന്നതോടുകൂടി നമ്മൾ ഈ കലാപ്രകടനങ്ങളെല്ലാം നിർത്തുകയും സാധാരണ വിഷയങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കലോത്സവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കലാപഠനമായി നമ്മളുടെ വിദ്യാലയത്തിലെ കലാപഠനങ്ങൾ അവസാനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാലയ കാലഘട്ടത്തിൽ കലാഭിരുചി വികസിപ്പിക്കുന്നതിന് വളരെ ശക്തമായ അനുഭവങ്ങൾ ലഭിക്കണമെന്ന് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിലും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിലും വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാലയത്തിൽ നിലനിൽക്കുന്ന കലാപഠനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നിരീക്ഷിക്കാനാവുക. ഒന്നാമതായി പറയുന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കലാവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് ശുപാർശകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമതായി, കലാപഠനം കുട്ടികളുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഉദ്ഗ്രഥിതമാക്കുന്നതിന് സത്വരമായ ശ്രദ്ധ നൽകണം. എന്ന് പറഞ്ഞാൽ കേവലം ഉപരിപ്ലവമായി കലോത്സവങ്ങൾക്ക് വേണ്ടി മാത്രം കല പഠിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാവുകയും നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കലാപഠനം നടക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മൗലികമായ സാംസ്കാരിക സത്വം അതിൻ്റെ വൈവിധ്യതയോടുകൂടി മനസ്സിലാക്കി നിലനിർത്താൻ കുട്ടിക്ക് സാധിക്കൂ എന്ന് പറയുന്നു. മറ്റൊരു രസകരമായ നിരീക്ഷണം, നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കലകൾ പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കുട്ടികളെയും സർഗവാസനയുള്ള മറ്റുള്ളവരെയും കല പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക കൂടെ ചെയ്യുന്നു എന്ന് ഒരു നിരീക്ഷണമുണ്ട്. ഇതൊരു പക്ഷേ പലപ്പോഴും സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം സ്കൂളിൽ ചിത്രം വരയ്ക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളോട് ചിത്രം വരയ്ക്കുന്ന സമയത്ത് പാഠം പഠിച്ചുകൂടെ എന്നും പാട്ടുപാടുന്ന സമയത്ത് ഒച്ചയുണ്ടാക്കാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ആ നിരീക്ഷണം ഒരു പരിധിവരെ ശരിയാണ്. പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നു മാത്രമല്ല, കുട്ടികളെ നിരുത്സാഹപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി വിദ്യാലയത്തിനുള്ളിൽ സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. മറ്റൊരു പ്രധാന നിരീക്ഷണം, സ്കൂളിൻ്റെ അന്തസ്സ് ഉയർത്താനുള്ള ഒരു ഉപകരണമായി കലാപഠനത്തെ ചുരുക്കിക്കളയുന്നു. കുട്ടികളുടെ കലാപരമായ ശേഷികളിൽ കുട്ടികൾക്ക് ഉന്നമനം ഉണ്ടാവുകയും അവരുടെ സർഗാത്മക വികസിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല കലാപഠനത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് വിദ്യാലയങ്ങളുടെ അന്തസ്സ് ഉയർത്തുന്ന രീതിയിൽ ദിനാചരണങ്ങൾ, കലോത്സവങ്ങൾ, വാർഷിക ദിനം തുടങ്ങിയ അവസരങ്ങളിലെ പ്രകടനം മാത്രമായി കലാപഠനം മാറുന്നു. അത് കുട്ടികളുടെ സ്കൂൾ ജീവിതത്തിൻ്റെ ഭാഗമേ ആവുന്നില്ല എന്നും ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, രക്ഷിതാക്കൾ, അധ്യാപകർ, നയരൂപീകരണക്കാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്നിവർക്കിടയിൽ പോലും കലകളെക്കുറിച്ചുള്ള സാമാന്യ അവബോധം ക്രമമായി കുറഞ്ഞു വരുന്നു. കാരണം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിടത്തും ഇത്തരത്തിൽ കലാപരമായൊരു വിദ്യാഭ്യാസം, അതിൻ്റെ സാംസ്കാരിക സമ്പന്നതയിലേക്കുറിച്ചും അതിൻ്റെ സാംസ്കാരിക സത്തയിലേക്കുമുള്ളൊരു അന്വേഷണം ഒന്നും നടക്കാത്തതുകൊണ്ട് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുന്നില്ല എന്ന് നിരീക്ഷിക്കുന്നു. ഇന്ത്യയിലെ കലകൾ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ജീവൻ തുളുമ്പുന്ന തെളിവുകളാണ്. എല്ലാ പ്രദേശത്തെയും സംഗീതം, നൃത്തം, പാവകളി, ദൃശ്യകല, കരവേലകൾ എന്നിവയടക്കമുള്ള നാടോടി ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ഒരു വലിയ വിപുലമായ ശേഖരം നമുക്കുണ്ട്. ഈ കലകൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ കലകളുടെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് നമ്മളുടെ വിപുലമായ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് കുട്ടിക്ക് ധാരണയുണ്ടാക്കുകയും അത് സ്കൂൾ പഠനകാലത്ത് മാത്രമല്ല ആയുഷ്കാലം മുഴുവൻ ഒരു പൗരനെന്ന നിലയിൽ നമ്മുടെ സാംസ്കാരികതയിലെ ഒരു ബോധം, അതിനെക്കുറിച്ചുള്ള അഭിമാനം കുട്ടിയുടെ ഭാവി ജീവിതത്തെ സാംസ്കാരികമായി വളരെ സമ്പന്നമാക്കുമെന്ന് നിരീക്ഷിക്കുന്നു.
ദൃശ്യപരവും പ്രകടനാത്മകവുമായ കലകൾ പാഠ്യപദ്ധതിയിലെ പഠനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാവണം. കുട്ടികൾ ഈ മേഖലയിൽ കേവലം വിനോദത്തിനു വേണ്ടിയല്ലാതെ അവൻ്റെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. കലാപഠനം 10ാം ക്ലാസ് വരെ ഒരു നിർബന്ധിത വിഷയമാവുകയും അത് മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു ടൂളായി പ്രയോജനപ്പെടുത്തുകയും വേണം. കലാപഠന പദ്ധതിയിലൂടെ കുട്ടികളെ രാജ്യത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യങ്ങളിലേക്ക് അവരെ ആനയിക്കണം. മറ്റൊന്ന്, സംഗീതം, നൃത്തം, ദൃശ്യകല, അഭിനയം എന്നിങ്ങനെ കലകളെന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന എല്ലാ മുഖ്യധാരയിലെ കലാരൂപങ്ങളും കുട്ടിക്ക് ഒരു അനുഭവേദ്യ പഠനമാവത്തക്ക രീതിയിൽ ക്ലാസ് മുറികളിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. സമീപനം ബോധനപരം എന്നതിനേക്കാൾ അധികം പങ്കാളിത്തപരവും പരസ്പര പരിവർത്തനത്തിലൂന്നിയതും അനുഭവദായകവുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ബോധനപരം എന്നതിൻ്റെ അർത്ഥമാക്കുന്നത് വെച്ചാൽ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്നതിനപ്പുറത്ത് എല്ലാ കലാരൂപങ്ങളുടെയും പഠനാനുഭവം, അവന് അനുഭവിച്ചുള്ള പഠനാനുഭവം ക്ലാസ് മുറിയിൽ ഉണ്ടാവണം. ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കലല്ല, നൃത്തം LCD പ്രൊജക്ടറിൽ കാണിച്ചു കൊടുക്കലല്ല, ചിത്രം വരപ്പിക്കുകയും നൃത്തം ചെയ്യുകയും അതിലൂടെ അനുഭവിച്ചു പഠിക്കുക, അത് അനുഭവേദ്യ പഠനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ക്ലാസ് മുറിയിൽ ഉണ്ടാവുകയും വേണം എന്ന് പറയുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കലയുടെ മാധ്യമങ്ങളും രൂപങ്ങളും കുട്ടിയുടെ രൂപത്തിലും ചിട്ടപ്പെടുത്തിയ രൂപത്തിലും പരിശോധിക്കാനും പുതിയ ആവിഷ്കാര രൂപങ്ങൾ പരീക്ഷിച്ചു നോക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടാവണം. കേവലം അധ്യാപകൻ കാണിച്ചു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന കലാരൂപങ്ങൾ അനുകരിക്കുക എന്നതിനപ്പുറത്ത് അവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്വന്തമായ കലാപ്രകടനങ്ങൾക്ക് ക്ലാസ് മുറിക്കുള്ളിൽ അവസരമുണ്ടാവുകയും വേണം എന്ന് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടും നിരീക്ഷിക്കുന്നു. സംഗീതം, നൃത്തം, നാടകം, ചിത്രം ഇവയെല്ലാം ജ്ഞാനപരവും സാമൂഹികപരവുമായ സത്വത്തിൻ്റെ വികാസത്തിന് ഉതകുന്നു. പ്രൈമറി തലങ്ങളിൽ അത്തരം അനുഭവങ്ങൾക്കുള്ള പ്രാധാന്യം എത്ര ഊന്നിപ്പറഞ്ഞാലും മതിയാവില്ല. ജ്ഞാനപരവും എല്ലാ കലാരൂപങ്ങളുടെയും ജ്ഞാനപരവും സാമൂഹികപരവുമായ സത്വത്തിൻ്റെ വികാസത്തിന് ഉതകുന്നു. എന്ന് പറഞ്ഞാൽ കലാപ്രകടനത്തിലൂടെ കുട്ടി ചെയ്യുന്നത് ആ കലാപ്രകടനം നടത്തുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും സാംസ്കാരിക വൈവിധ്യത്തിലേക്കും അവൻ്റെ പഠനങ്ങൾ, അവൻ്റെ നിരീക്ഷണങ്ങൾ പോവുകയും വലിയ സാംസ്കാരിക ബോധമുള്ള ഒരു പൗരനായി വളരാനുള്ള സാഹചര്യം ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഈ നിരീക്ഷണത്തിൻ്റെ അർത്ഥം. ശേഷികളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ള കുട്ടികൾക്ക് ആ വ്യത്യസ്തതകളെ മറികടന്നുകൊണ്ട് ഒന്നിച്ച് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നു എന്നത് കലാരൂപങ്ങളുടെ മറ്റൊരു നമ്മൾ തൊട്ടടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതൊരു സംഘകലയാണെന്ന് പറയലാണ്. ഈ സംഘകലയിലൂടെ ഒരു കുട്ടി തൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും തൻ്റെ കഴിവുകേടുകൾ തിരിച്ചറിയുകയും ചെയ്യുകയും തൻ്റെ കഴിവുകേടുകളെ തൻ്റെ കൂടെയുള്ള കുട്ടികളുടെ കഴിവ് പ്രകടനങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ശക്തി കൊണ്ട് മറികടക്കുകയും ചെയ്യും എന്ന് പറയും. ശേഷികളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അത് മറികടക്കാൻ സംഘപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഈ കലാപ്രകടനങ്ങളിൽ കുട്ടികളെ ഒരുമിച്ച് നിർത്തുകയും വേണമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി KCFും NCFും നിരീക്ഷിക്കുന്നു. കലകളുടെയും പരമ്പരാഗത കൈവേലകളുടെയും ഉദ്ഗ്രഥനത്തിന് വേണ്ട വിഭവങ്ങൾ ഓരോ സ്കൂളിലും ഉണ്ടാവണം. അങ്ങനെ വിവിധങ്ങളായ കലാപ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താൻ ഉതകുന്നതാവണം പാഠ്യപദ്ധതി എന്നത് സുപ്രധാനമാണ്. പല വിഷയത്തിലും വിശേഷിച്ച് നടനം, നാടകം, കളിമൺ പണി തുടങ്ങിയവയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള തുടർ പീരീഡ്. ഇതിൽ ഊന്നിപ്പറയുന്ന സാധനം ഈ പറയുന്ന കലാപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കണം സ്കൂളിൽ ഉണ്ടാവുന്നത്. ഒരാഴ്ചയിൽ മിനിമം 1.5 മണിക്കൂറെങ്കിലും ഈ കലാരൂപങ്ങൾ, കലാപ്രകടനങ്ങൾക്ക് കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ അവസരമുണ്ടാവണം. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ മിനിമം 2 പീരീഡ്, 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെങ്കിലും 2 പീരീഡുകൾ വീതം കുട്ടികൾക്ക് ഈ കലാപ്രകടനങ്ങൾക്ക് ലഭിക്കണം. ഇതൊക്കെയാണ് KCFും NCFുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. ഇത് സാധാരണ പരീക്ഷകൾക്ക് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ, അത് NCFിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. എന്താണ് തിയേറ്റർ? തിയേറ്റർ എന്ന് പറഞ്ഞാൽ നാടകം നടക്കുന്ന ഇടം എന്നാണ് അതിനർത്ഥം. നാടകം നടക്കുന്ന ഇടമാണ് തിയേറ്റർ. അപ്പോൾ തിയേറ്ററിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ,
നാടകത്തിൻ്റെ സാധ്യത എന്താണ് എന്ന് ചർച്ച ചെയ്യുന്ന പോലെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ നമ്മളുടെ വിദ്യാലയങ്ങളിൽ നാടകങ്ങൾ നടക്കാറുണ്ട്. അത് പലപ്പോഴും നടക്കുക നേരത്തെ പറഞ്ഞ പോലെ കലോത്സവത്തിൻ്റെയൊക്കെ ഭാഗമായി അല്ലെങ്കിൽ ആനിവേഴ്സറിയുടെ ഒക്കെ ഭാഗമായിട്ട് സ്കൂളുകളിൽ നാടകങ്ങൾ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് നാടകത്തിന് വലിയ പ്രസക്തിയൊന്നും സ്കൂളുകളിലില്ല. പക്ഷേ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയുന്നത് ഏറ്റവും മികച്ച പഠന രീതികളിൽ, പഠനതന്ത്രങ്ങളിൽ ഒന്നാണ് നാടകം. ഏറ്റവും പ്രധാനപ്പെട്ട പഠനതന്ത്രമാണ് നാടകം. നാടകത്തോളം കുട്ടിയെ ഒരു കരിക്കുലർ ഒബ്ജക്റ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ മറ്റൊരു കലാരൂപമില്ല എന്നാണ് പറയുന്നത്. അതിൽ NCF പറയുന്നതിൻ്റെ സാധ്യതകളിൽ ഒന്നാമതായി പറയുന്നത് വളരെ ശക്തമെങ്കിലും കുറച്ചു മാത്രം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന കലാരൂപമാണ് നാടകം അഥവാ തിയേറ്റർ. എന്താണ് തിയേറ്ററിൻ്റെ പ്രത്യേകത? മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി അവനവനെ പരിശോധിക്കുന്നതിനും അവനവനെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും ഭൗതിക സാമൂഹിക ലോകങ്ങളോടും വിമർശനാത്മകമായി തന്മയീഭവിക്കുന്നതിന് തിയേറ്ററോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരോടൊത്തൊരു തിയേറ്റർ ഒരു നാടകം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് അവൻ്റെ കഴിവുകളും അവൻ്റെ പോരായ്മകളും അതവന് സ്വയം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവൻ്റെ കഴിവുകൾ വളരെ ശക്തമായ നാടക എന്ന് പറയുന്ന മീഡിയത്തിലൂടെ പ്രകടിപ്പിക്കുകയും അവൻ്റെ ബലഹീനതകളെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവൻ മറികടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പഠന പ്രവർത്തനങ്ങളിൽ, ഒരു ബോധനശാസ്ത്രപരമായ പഠന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നാടകം. അത് കുട്ടിക്ക് സ്വയം തിരിച്ചറിവുണ്ടാവുന്നതിന് വളരെ സഹായിക്കുന്നു എന്നതാണ്. പാഠങ്ങൾ നാടകീയവൽക്കരിക്കുക എന്നത് തിയേറ്ററിൻ്റെ ചെറിയൊരു ഭാഗമേ ആവും. റോൾ പ്ലേ, തിയേറ്റർ പരിശീലനം, ശരീര ശബ്ദ നിയന്ത്രണങ്ങളും ചലനങ്ങളും കൂടിച്ചേർന്നതും തനിമയുള്ളതുമായ അഭിനയങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ അർത്ഥവത്തായ അനുഭവങ്ങൾ കുട്ടിക്ക് തരുന്നു. ഇത്തരം അനുഭവങ്ങൾ സ്വന്തം വികാസത്തിന് അധ്യാപകർക്കും ആവശ്യമാണ്, കുട്ടികൾക്ക് നൽകാനും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. തിയേറ്റർ റോൾ പ്ലേ, തിയേറ്റർ പരിശീലനം, ശബ്ദ നിയന്ത്രണം, ചലന നിയന്ത്രണം. സാധാരണ നമ്മളൊരു നാടകം ചെയ്യുന്നതിന് മുമ്പ് ഈ ചില ശബ്ദകേളികളും ചില ചലനകേളികളും ഒക്കെ നടത്താറുണ്ട്. അത് ആ നാടകത്തിലേക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വളരെ ശക്തമായ പഠന അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, വിദ്യാഭ്യാസത്തിൽ തിയേറ്ററിന് അനന്തമായ സാധ്യതയുണ്ട് എന്ന് NCF പറയുന്നു. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 രൂപപ്പെടുത്തിയത് NCFൻ്റെ 2005 കാഴ്ചപ്പാടിലാണ്. നമ്മൾക്ക് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെടുത്തി കലാവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി KCF എന്തൊക്കെ ആശയങ്ങളാണ് മുൻപോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഒരു 3 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതിലൊന്നാമത്തേത്, വൈപുല്യവും വൈവിധ്യവുമാർന്ന സാംസ്കാരിക പശ്ചാത്തലമുള്ള കുട്ടികളിൽ സാംസ്കാരിക അവബോധം സൃഷ്ടിക്കുന്നതിന് കലാപഠനം വഴിയൊരുക്കുന്നു. കുട്ടിയുടെ സൃഷ്ടിപരവും സർഗാത്മകരവുമായ കഴിവുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉൾച്ചേരുന്നതിനാൽ കലാപഠനത്തിൻ്റെ വിവിധ സങ്കേതങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ്. കുട്ടിയുടെ സർഗാത്മകമായ വികാസം എന്നത് അവൻ്റെ ബഹുമുഖ ബുദ്ധിയുടെ മൊത്തത്തിലുള്ള വികാസമാണ്. അതുകൊണ്ട് തന്നെ ബഹുമുഖ ബുദ്ധിയുടെ വികാസത്തിന് ആവശ്യമായ ഏറ്റവും ഫലപ്രദമായ കലാപ്രകടനങ്ങൾക്കുള്ള അവസരം അവന് വിദ്യാലയത്തിൽ നിർബന്ധമായും നൽകേണ്ടതാണ് എന്നർത്ഥം. തൻ്റെ ചുറ്റുപാടുമായി ക്രിയാത്മകമായി സംവദിക്കുന്നതിന് അവസരമൊരുക്കുന്ന ദൃശ്യപരവും പ്രകടനാത്മകപരവുമായ കലകൾക്ക് പ്രാമുഖ്യം നൽകണം. ദൃശ്യകലകൾ എന്ന് പറഞ്ഞാൽ അത് ചിത്രം വരെയുണ്ട്, ശില്പമുണ്ടാക്കലുണ്ട്, നിറം കൊടുക്കലുണ്ട്, ഇതൊക്കെ വാസ്തുവിദ്യ, അതൊക്കെ ദൃശ്യപരമായ കലകളാണ്. പ്രകടനാത്മകമായ കലകൾ എന്ന് പറഞ്ഞാൽ അഭിനയം, നൃത്തം, സംഗീതം, ഇവയൊക്കെ നിർബന്ധമായും കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. വിവിധ വൈജ്ഞാനിക മേഖലകളുമായി പൂർണ്ണമായ ഉദ്ഗ്രഥനത്തോടു കൂടിയാണ് സാധ്യമാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു നേരിട്ട് കലാപഠനം നടത്തുക എന്നതിനപ്പുറത്ത് മറ്റു വിഷയങ്ങളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ കലാപഠനവും ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാവണം. അതുമാത്രമല്ല, മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും മനോഹരമായ ടൂളുകളിലൊന്നായി കലാപഠനം, ഈ കലാപ്രകടനങ്ങൾ, കലാപഠനം മാറേണ്ടതുണ്ട് എന്ന് പറയുന്നു. മറ്റൊന്ന്, മൂല്യബോധം, സാമൂഹിക വീക്ഷണം ഇവ സൃഷ്ടിക്കാനും ജീവിതത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുമായിരിക്കണം പഠനാനുഭവങ്ങൾ നൽകേണ്ടത്. ഒരുപക്ഷെ ഈ ക്ലാസ് മുറിയിൽ നമ്മൾ ചെയ്യിക്കുന്ന കലാപ്രവർത്തനങ്ങൾ കുട്ടി അവൻ്റെ അന്തസ്സത്തെ തിരിച്ചറിയുകയും ഭാവിയിൽ അവൻ്റെ ജീവിത സന്ധാരണത്തിന് ഇതൊരു
മാർഗമായി തീരുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കലാപഠനം മാറേണ്ടതുണ്ട്. ചിത്രം, ശില്പം, സംഗീതം, ദൃശ്യകലകൾ, രംഗകലകൾ, അനുഷ്ഠാന കലകൾ എന്നീ മേഖലകളിലെ തുടർ പഠനത്തിന് തയ്യാറാക്കാവുന്ന പഠനാനുഭവങ്ങളാണ് നൽകേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടിക്ക് അവൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ക്ലാസ് മുറിയിൽ കിട്ടുന്ന പഠനാനുഭവങ്ങളുടെ തുടർച്ച ലഭ്യമാവുകയും കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ മേഖലയിൽ വിദഗ്ധ പഠനത്തിനും പ്രകടനത്തിനുമുള്ള അവസരം ഉണ്ടാവണം. കുട്ടികളെ അനുകരിക്കാനും ഭാവം പ്രകടിപ്പിക്കാനും കഴിവ് വളർത്തുന്നതിന് ഉതകുന്ന നാടക പഠനം, മൗലികമായ സാംസ്കാരിക സ്വത്ത് തിരിച്ചറിയാൻ പര്യാപ്തമായ നാടൻ കലകൾ, പാട്ടുകൾ എന്നിവ പരിചയപ്പെടണം. വൈവിധ്യമാർന്ന സംഗീതോപകരണങ്ങൾ പരിചയപ്പെടണം. സംഗീതധാരകൾ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവണം. പ്രകൃതിജന്യ ചായങ്ങളൊക്കെ ഉപയോഗിച്ച് ചിത്രകലയും വർണ്ണങ്ങളുടെ പ്രയോഗവും ഒക്കെ കൊണ്ട് പഠിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള തിരിശേഷിപ്പുകളാണ് ഈ കലകൾ എന്ന് പറഞ്ഞ തിരിച്ചറിവ് കുട്ടിക്കുണ്ടാവുകയും അതിലൂടെ കുട്ടി ആ സാംസ്കാരിക തനിമ മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെ മറ്റൊന്ന്, മൾട്ടിമീഡിയ ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ ആനിമേഷൻ പഠിക്കാനുള്ള അവസരം ഒരുക്കണം. ആധുനിക ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, നാടോടി നൃത്തങ്ങൾ, പാരമ്പര്യ നൃത്തങ്ങൾ, സിനിമ, ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്നിവ പരിചയപ്പെടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട സാധനം, പ്രീ പ്രൈമറിയിലും ഉദ്ഗ്രഥിത സമീപനവും സെക്കൻഡറി തലത്തിൽ ഉദ്ഗ്രഥിത സമീപനത്തിനോടൊപ്പം പ്രത്യേക വിഷയമായി പഠിക്കാനുള്ള സാധ്യതയും ഉണ്ടാവണം. ഇത് അതിലേറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. LP ക്ലാസ്സുകളിൽ പൂർണ്ണമായും ഉദ്ഗ്രഥിതമാണ്. അവിടെ കലയ്ക്ക് പ്രത്യേകിച്ച് പീരീഡോ പ്രത്യേകിച്ച് വിഷയ അധ്യാപനമോ ഒന്നുമില്ല. അവൻ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം കലയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുകയും കലയുടെ അനുഭവങ്ങൾ ഉണ്ടാവുകയും വേണം. UP തലത്തിൽ കലാപഠനമായി നടക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഇൻ്റഗ്രേഷൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. എന്നാൽ സെക്കൻഡറി തലത്തിൽ കലാപഠനം ഔപചാരികമായൊരു വിഷയമായി പഠിക്കണം എന്ന് KCF നിർദ്ദേശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, കലയുടെ സമീപനവുമായി ബന്ധപ്പെട്ടുള്ള NCF-ൻ്റെയും KCF-ൻ്റെയും നിരീക്ഷണങ്ങളാണ്. മറ്റൊന്ന്, കലാപഠനത്തിന് തിയേറ്റർ സാധ്യത NCF എങ്ങനെ കാണുന്നു. മൂന്നാമത്, കലാപഠനത്തെ KCF എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇത് 3ഉം ഇത്തിരി പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശ്രദ്ധയോടെ കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായി ഞാനിത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. നിങ്ങളുടെ പഠനത്തെ കൂടുതൽ ലഘൂകരിക്കാൻ എൻ്റെ ഈ ക്ലാസ്സുകൾ സഹായകമാവുമെന്ന് വിചാരിക്കുകയാണ്. നന്ദി.